ഇതുപോലുള്ള പോസ്റ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇൻസ്പയർ ചെയ്ത് എൻ്റെതായ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കിയ ഒരു പോസ്റ്ററാണത്. അപ്പോൾ മേക്കിങ്ങിലേക്ക് പോവാം. ഫോട്ടോഷോപ്പിൽ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ന്യൂ സോളിഡ് കളർ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ കളർ വാല്യൂ ബ്ലാക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ശേഷം റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ശേഷം അതിൻ്റെ കോർണറുകൾ ബെൻഡ് ചെയ്തെടുക്കുക. പുതിയൊരു സോളിഡ് കളർ ഓപ്പൺ ചെയ്ത് ശേഷം ഒരു ഗ്രേഡിയന്റ് ലെയർ ഓപ്പൺ ചെയ്ത് അതിന്റെ ടോപ്പ് സൈഡ് കളർ റെഡ് കൊടുക്കുക, ഡൗൺ സൈഡ് കളർ ബ്ലാക്ക് കൊടുക്കുക. ശേഷം റിവേഴ്സ് കൊടുത്ത് ആംഗിളും അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ആ ഗ്രേഡിയന്റ് ലെയറെ ഗ്രൗണ്ടർ റെക്ടാങ്കിൾ ലെയറിലേക്ക് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് കൊടുക്കുക. ഒരു ടെക്സ്ചർ ഇമേജ് ഓപ്പൺ ചെയ്ത് അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് അതിന്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ ഓവർലേ മാറ്റുക. ഇമേജ് ഓപ്പൺ ചെയ്ത് പെൻ ടൂൾ ഉപയോഗിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത ഇമേജ് ഫയലിൽ കൊണ്ടുവന്ന ശേഷം അതിൻ്റെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കാം. ശേഷം മറ്റൊരു ഇമേജ് ഓപ്പൺ ചെയ്ത് സെയിം പ്രൊസീജിയർ തന്നെ ഇതിലും ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി മറ്റ് 2 ഇമേജുകളും കൂടി ആഡ് ചെയ്യുന്നു. എല്ലാ ഇമേജുകളുടെ കളേഴ്സ് ബാക്ക്ഗ്രൗണ്ടുമായി ബ്ലെൻഡ് ചെയ്യുന്നു. കർവ് ടൂൾ ഉപയോഗിച്ചാണ് കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രണ്ടിലെ എല്ലാ ഇമേജുകളെ ബ്ലെൻഡ് ചെയ്യുന്ന വിധത്തിൽ കുറെ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ അത് ക്രിയേറ്റ് ചെയ്തത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് റാൻഡമായി ലൈൻസ് വരച്ചു കൊടുക്കുന്നു. ആ സെലക്ഷനെ ഗ്രേഡിയന്റിൽ ഓപ്പൺ ചെയ്ത് അതിന്റെ കളർ ബ്ലാക്ക് ആൻഡ് റെഡിലേക്ക് മാറ്റി ഓക്കെ കൊടുക്കുന്നു. ഇതിലൂടെ ഇതുപോലുള്ള പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കളർ കൂടി ഞാൻ ഈ പാറ്റേൺസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് എല്ലാ സബ്ജക്റ്റിലേക്കും ഹൈലൈറ്റ്സ് കൊടുക്കുന്നു. ഈ ഹൈലൈറ്റ് കൊടുക്കുന്ന ടെക്നിക് ഒരു ഷോർട്സായി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കൂ. ശേഷം ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ ഓവർലേയിലേക്ക് മാറ്റി ബ്രഷ് സെലക്ട് ചെയ്ത് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്ത് ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ്സ് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്തെടുക്കുക.
ശേഷം കങ്കുവാസ് മൂവിയുടെ ടൈറ്റിൽ സ്റ്റൈലിൽ സൂര്യ എന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായി ഗൂഗിളിൽ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഒരുപാട് മൂവീസിന്റെ ടൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ കങ്കുവ സ്റ്റൈൽ 2 സെലക്ട് ചെയ്തതിനു ശേഷം എക്സാമ്പിളായി തങ്കലാൻ എന്ന് എഴുതി സബ്മിറ്റ് കൊടുക്കുന്നു. കങ്കുവ സ്റ്റൈൽ തങ്കലാൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. താഴെയുള്ള ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ സൂര്യ എന്ന് എഴുതിയാണ് ഞാനത് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ എന്നുകൂടി എഴുതുന്നു. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇങ്ങനെ ഈസിയായി ഇങ്ങനെയൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.